ചിതറ ചക്കമലയിലുള്ള ഭൂരഹിതരായ 20-ൽ പരം കുടുംബങ്ങൾക്ക് താമസിക്കാനായി സർക്കാർ പണികഴിപ്പിച്ച ഒരു ഫ്ളാറ്റാണ് എനിക്ക് പിന്നിൽ ഉള്ളത്. 2.5 കോടി രൂപ മുതൽ മുടക്കിയാണ് ഈ ഫ്ളാറ്റ് നിർമ്മിച്ചത്. ഇന്നുവരെയും ഇത് വാസയോഗ്യമായിട്ടില്ല. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ നാട്ടിൽ നിന്നും ഉയർന്നു വരുന്നത്. ഈ വിഷയമാണ് ഞാൻ ഇവിടെ ചോദിക്കാൻ ചർച്ച ചെയ്യുന്നത്. ഹരിതകർമ്മസേനയുടെ മാലിന്യങ്ങൾ കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്ന ഒരു സ്ഥലമായി തന്നെ ഇത് മാറിയിരിക്കുന്നു. കാരണം 2.5 കോടി മുതൽ മുടക്കിയാണ് ഈ ഫ്ളാറ്റ് സമുച്ചയം ഇവിടെ പണിയെടുപ്പിച്ചത്. ഇതുവരെയും ഇത് നാടിന് ഗുണകരമായ ഒരു രീതിയും ഉണ്ടായിട്ടില്ല. ശരിയല്ലേ? ഈ വിഷയം വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. ശരിക്കും ഇത് എങ്ങനെയാണ് കോൺഗ്രസ് ശക്തമായ രീതിയിൽ പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് പോകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. കാരണം എന്ന് പറയുമ്പം പാവപ്പെട്ട സാധാരണക്കാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്ത സാധാരണക്കാരായ പാവങ്ങൾക്ക് അധിവസിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ചെലവിൽ 20 വാസയോഗ്യമായ ഫ്ളാറ്റ് നിർമ്മിച്ചത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ചിതറ പഞ്ചായത്തിലെ എല്ലാ 23 വാർഡുകളിലെയും വേസ്റ്റ് മാലിന്യങ്ങൾ ഡംപ് ചെയ്യാനായിട്ടുള്ള ഒരു സ്റ്റോർ മാത്രമാക്കി ഇത് മാറ്റിയിരിക്കുകയാണ്. അപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ഈ 20 ഫ്ളാറ്റുകളും അനുയോജ്യമായ അർഹതപ്പെട്ട ആളുകളെ കണ്ടെത്തി അവർക്ക് ഈ ഫ്ളാറ്റ് വീതിച്ച് കൊടുക്കുന്നത് വരെ ശക്തമായ പ്രക്ഷോഭമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകും. ഈ ഫ്ളാറ്റ് താമസിക്കാൻ ആളിനെ കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ ആ ഉത്തരവാദിത്തം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെ മുന്നിട്ടിറങ്ങി കണ്ടെത്തി കൊടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുപോകാനാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഈ റോഡ് വികസനമായിട്ട് ബന്ധപ്പെട്ടല്ലേ കുറച്ചുപേരെ ഇതിന്റെ ആദ്യഘട്ടത്തില് ഈ നമ്മുടെ തെങ്കാശി ട്രിവാൻഡ്രം റോഡിന്റെ ഭാഗത്ത് ചിതറ പഞ്ചായത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഏരിയയിൽ കുറച്ച് പുറമ്പോക്ക് അധിവസിച്ചിരുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവർക്ക് ആദ്യം കൊടുക്കാമെന്നാണ് തീരുമാനിച്ചിരുന്നതെങ്കിലും പിന്നീട് അവർ അതിൽ നിന്ന് പിന്നോക്കം പോയപ്പോൾ ഭൂമിയില്ലാത്ത 1 സെന്റ് ഭൂമി പോലും ഇല്ലാത്ത ആൾക്കാരെ കണ്ടെത്തി കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരുന്നത്. ഇപ്പോൾ ശരിക്കും ഇത് പ്രവർത്തനമില്ല, ഇവിടെ ആരും താമസിക്കുന്നു. ഇപ്പൊ ഒരു കുടുംബമാണ് താമസിക്കുന്നത്. കഴിഞ്ഞ 1 വർഷക്കാലമായിട്ട് ഒരു പ്രായമായ ഒരു അച്ഛനും അമ്മയും താമസിക്കുന്നുണ്ട്. അവർ വളരെ ബുദ്ധിമുട്ടാണ്. അവര് വൃക്ക തകരാറിലായി ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഈ മാലിന്യം ശ്വസിക്കാനും അതിന്റെ ഈ പരിസരത്തുള്ള പാമ്പോ മറ്റ് പട്ടിയൊക്കെ ശല്യം കാരണം അവർക്ക് ഇവിടെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. കുടിവെള്ളമൊക്കെ കിട്ടുന്നുണ്ട്. കുടിവെള്ളം ഇവിടെ ഉണ്ട്, കിണറുണ്ട്. പക്ഷെ ആ കിണറിന്റെ മുകളിൽ പോലും മാലിന്യം ഡംപ് ചെയ്തിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഇന്നലെയും മിനിങ്ങാന്ന് വന്ന് കാണുമ്പോൾ മാലിന്യം ഈ കിണറിന്റെ ശുദ്ധജലത്തിന്റെ അതിന്റെ മുകളിൽ നെറ്റ് അടിച്ചിട്ടുണ്ടായിരുന്ന ആ നെറ്റിന്റെ മുകളിൽ അടുക്കി വെച്ചിരിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. പഞ്ചായത്തിൽ ഇത് നമ്മൾ പറഞ്ഞപ്പോൾ എന്താണ് പറയുന്നത്? പഞ്ചായത്ത് പറയുന്നത് ഇത് താൽക്കാലികമായിട്ട് ഇവിടെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെച്ചതാണ്. അവിടെ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലായിരുന്നു സെന്റർ ചെയ്ത് വെച്ചിരുന്നത്. അവിടുന്ന് തൽക്കാലത്തേക്ക് മാറ്റി ഇവിടെ വെച്ചതാണെന്നാണ് പഞ്ചായത്ത് പറയുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഏകദേശം 2 വർഷക്കാലമായിട്ട് ഇത് ഇവിടെ ഇങ്ങനെ സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ച കാലത്തെ വേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. ഒരാഴ്ച കാലത്തെ വേസ്റ്റ് ആണോ അവിടെ ഉള്ളത്? ഇതാണ്. അതുകൊണ്ട് ശക്തമായ സമര പരിപാടിയായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഈ 20 ഫ്ളാറ്റിലും അനുയോജ്യമായ അർഹതപ്പെട്ടവരെ താമസിക്കാൻ പറ്റുന്ന വാസയോഗ്യമാക്കി പഞ്ചായത്ത് കൊടുക്കുന്നത് വരെ സമര പരിപാടികളുമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമുണ്ടോ? ഈ ഗ്ലാസ് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം ഉണ്ട്. അതില്ലാന്ന് പറഞ്ഞില്ല. ഇപ്പൊ പല ക്ലാസ്സുകളും ഈ ക്വാറന്റൈൻ സെന്റർ ആയിട്ട് ഇത് പ്രവർത്തിച്ചിരുന്നതാണ്. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം പല ജനലിന്റെ ചില്ലുകളൊക്കെ അടിച്ചു പൊളിച്ചിട്ടുണ്ട്. സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവും ഉണ്ട്. ഇവിടെ കോൺഗ്രസ് UDF 10 വർഷം മുമ്പ് അധികാരത്തിരുന്ന പഞ്ചായത്താണ്. ആ പഞ്ചായത്തില് 20 കുടുംബങ്ങളെ പുറമ്പോക്കില് റോഡ് വികസനവുമായി ബന്ധപ്പെട്ട ഭവനരഹിതരായ 20 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പഞ്ചായത്ത് ഈ പദ്ധതി ഉണ്ടാക്കി. ഇത് ഹഡ്കോ ഭവന നിർമ്മാണ വകുപ്പാണ് ഇത് നിർമ്മാണം പൂർത്തിയാക്കിയത്. ഇതിന്റെ എല്ലാ നിർമ്മാണ ഘട്ടങ്ങളും അവരുടെ മേൽനോട്ടത്തിലായിരുന്നു. കഴിഞ്ഞ 10 വർഷമായി ഈ കെട്ടിടത്തെ അവർ LDFന്റെ ഭരണം യാതൊരു തരത്തിലും പരിരക്ഷിക്കുകയോ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുകയോ ആളുകളെ ഇവിടെ താമസിപ്പിക്കാൻ അവസരം കൊടുക്കുകയോ ചെയ്തിട്ടില്ല. അത് തികച്ചും രാഷ്ട്രീയമായിട്ടുള്ള പ്രതികാരമാണ്. കാരണം UDFന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു വികസന സ്വപ്നത്തെ അല്ലെങ്കിൽ വികസന സമ്പത്തെ അതിനെ നശിപ്പിച്ചു കളയുക എന്നുള്ളതാണ്. അപ്പൊ എത്രയോ തവണ എത്രയോ ആളുകൾ ഇവിടെ ഏകദേശം ഒരു 2000
പിന്നെ വീടില്ലാത്ത പാവങ്ങളുണ്ട്. 20 കുടുംബങ്ങളെ കണ്ടെത്താനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇവിടെ ഒരു വലിയ മദ്രസ, പള്ളി ഉണ്ട്, സ്കൂളുണ്ട്, LP സ്കൂളുണ്ട്. ഇവിടെ പിന്നെ വലിയ ഒരു നല്ല ഒരു തോട്ടം മേഖലയാണ്. അപ്പൊ അത്രയും നല്ലൊരു സ്ഥലത്ത് ഇത് നശിപ്പിച്ചു കളയുക എന്നുള്ളത് CPM-ന്റെ ഒരു രാഷ്ട്രീയ അജണ്ടയാണ്. അവരുടെ ഒരു കണ്ണൂര് പോലെയുള്ള ഒരു പാർട്ടി ഗ്രാമമാണ്. ഇവിടെ എന്ത് കാണിച്ചാലും ആരും ചോദിക്കാൻ ഇല്ല എന്ന ഒരു തോന്നലാണ് അവർക്കുള്ളത്. ആ തോന്നലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പഞ്ചായത്തിലെ ഈ ഈ ഹരിതകർമ്മ സേനയിലെ അംഗങ്ങൾ ശേഖരിക്കുന്ന എല്ലാ മാലിന്യങ്ങളും ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്നത്. അപ്പൊ ഇതിനെതിരായിട്ട് നമ്മൾ കോൺഗ്രസ് ആണ് ഈ സമരം നയിക്കുന്നതെങ്കിൽ എല്ലാ ജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമരമാണ് നടത്താൻ പോകുന്നത്. ഇത് ഇങ്ങനെയുള്ള 1-2 സ്ഥലങ്ങളിൽ മാലിന്യം കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. തൊട്ടടുത്ത ഒരു പ്രദേശത്ത് തന്നെ പഞ്ചായത്തിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് സ്ഥലം വാങ്ങി ഒരു CPM നേതാവിന്റെ മകളുടെ സഹോദരിയുടെ സ്ഥലം വളരെ ചെറിയ വിലയ്ക്ക് ആരും വാങ്ങാത്ത ഒരു സ്ഥലം നല്ല വില കൊടുത്ത് വാങ്ങി അവിടെ മാലിന്യ പ്ലാന്റ് നിർമ്മിക്കാൻ നോക്കി. അതിനെ കോൺഗ്രസ്സുകാർ എതിർത്ത്, ജനങ്ങളെല്ലാം എതിർത്തപ്പോൾ അത് കളഞ്ഞിട്ട് പോയി. പക്ഷെ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് ഈ അധിക വില കൊടുത്ത് ഇത് വാങ്ങിയത്. അപ്പൊ ഇതുപോലെ പലതും ഈ നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ പഞ്ചായത്തിൽ ഭരിക്കുന്ന പല സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരായി ജനങ്ങളെ സംരക്ഷിക്കുക, ജനജീവിതത്തെ, ആവാസ രീതിയെയും സംരക്ഷിക്കുക, നാടിനെ മാലിന്യമുക്തമാക്കാനായിട്ട് അല്ലെങ്കിൽ പിന്നെ ഇവിടുത്തെ ജനങ്ങളെ ഒരു നല്ല അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള സംരക്ഷണ കവചമാണ് ഞങ്ങൾ ഇവിടെ തീർക്കുന്നത്. ഇനിയും തുടരും ഈ സമരം. നേരത്തെ KPC സെക്രട്ടറി പറഞ്ഞതുപോലെ ഇതിന്റെ രൂപം നൽകുന്നത് കേരള ഹൗസിംഗ് ബോർഡാണ് ഇത് പണി കഴിപ്പിക്കുന്നത്. ഭവനരഹിതരായ ആൾക്കാരെ പരിവർത്തിക്കുക എന്നുള്ളതായിരുന്നു കോവിഡ് സമയത്ത് നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് വലിയ ഒരു ആശ്രയമായിരുന്നു. കോവിഡ് സമയത്ത് ഇവിടെയായിരുന്നു താമസിച്ചിരുന്നത്. താലൂക്കിലെ മുഴുവൻ ആൾക്കാരും സ്ഥലമായിരുന്നു. പക്ഷെ ഇത് 10 വർഷമായി ഭരിക്കുന്ന ഭരണസമിതി കോൺഗ്രസിന്റെ കാലത്ത് ഉണ്ടാക്കിയ ഒരു നേട്ടം സാധാരണ ജനങ്ങളിൽ എത്തിക്കുന്നതിനോട് വഴിമുഖി. പുന്നപ്ര വയലാർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആൾക്കാർക്ക് പതിപ്പിച്ചു കൊടുത്ത സ്ഥലമാണ്. ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു സ്ഥലത്ത് ഇതുപോലെ മാലിന്യം കൊണ്ടുവന്ന് നിക്ഷേപിക്കുക എന്ന് പറയുന്നത് ദാർഢ്യമാണ്. ഈ ദാർഢ്യത്തിനെതിരായിട്ടുള്ള സമരമാണ് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വം നടത്തുന്നത്. നാളെ ഇത് ബഹുജന സമരമായാണ്. അതിന് KPCCയുടെ പിന്തുണ ഞങ്ങൾക്കുണ്ട്. KPCC നേരിട്ട് എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട്. നാളുകളിൽ KPCC അറിവോടുകൂടി തന്നെ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി നമ്മൾ മുന്നോട്ട് അതിന് നാട്ടിലെ ജനങ്ങളുടെ സഹകരണം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. 57 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ചിതറ കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ പഞ്ചായത്താണ് ചിതറ പഞ്ചായത്ത്. ഇവിടെ ഭവനരഹിതരായിട്ടുള്ള രജിസ്റ്റർ ചെയ്ത 2435 പേരുണ്ട്. പുറമ്പോക്ക് നിവാസികൾ, റോഡ് പുറമ്പോക്കിൽ വീടില്ലാതെ കഴിയുന്ന ആളുകൾക്ക് വേണ്ടി വളരെ ബൃഹത്തായിട്ട് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു മാതൃക, ഒരു പൈലറ്റ് പ്രോജക്റ്റ് ആയിട്ടാണ് ഈ ഫ്ലാറ്റ് പണിഞ്ഞത്. ഹൗസിംഗ് ബോർഡിന്റെ നിയന്ത്രണത്തിൽ അവരുടെ മേൽനോട്ടത്തിൽ നടത്തിയ ഈ ഫ്ലാറ്റില് എല്ലാ നടപടികളും പൂർത്തീകരിച്ചതിന് ശേഷമാണ് UDF-ന്റെ ഭരണസമിതി അധികാരത്തിൽ നിന്ന് പോകുന്നത്. അവിടെ ഇന്ന് വരെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് ആരെയും താമസിപ്പിക്കാതെ ഈ ജനങ്ങളോട് വെല്ലുവിളിക്കുന്ന നിലയിൽ ഈ നാട്ടിലെ മുഴുവൻ ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും കൊണ്ട് തള്ളി ഇപ്പൊ വന്യമൃഗങ്ങൾ, ഇത് ഫോറസ്റ്റിനോട് അടുത്ത സ്ഥലമാണ്, തൊട്ടടുത്ത് ഫോറസ്റ്റാണ്. ആ ഫോറസ്റ്റിൽ നിന്ന് മറ്റ് മൃഗങ്ങൾ വന്ന് ആളുകൾക്ക് ജീവിക്കാനൊക്കാത്ത സാഹചര്യം ഉണ്ടാക്കുന്ന ഒരവസ്ഥാവിശേഷത്തിലാണ് ഇപ്പൊ ഇതിനായിട്ടുള്ള ശക്തമായ സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഈ പ്രദേശത്തെ ആളുകൾക്ക് ഇതിൽ നിന്നുണ്ടാകുന്ന ഈ രോഗങ്ങൾ വരെ പിടിക്കുന്ന സാഹചര്യമുണ്ട്. തൊട്ടപ്പുറത്ത് പഞ്ചായത്തിന്റെ ഉടമസ്ഥയിൽ തന്നെ LP സ്കൂളുണ്ട്, നിരവധിയായ ആളുകൾ താമസിക്കുന്ന സ്ഥലവുമാണ്. അപ്പൊ അതുകൊണ്ട് ഈ മാലിന്യങ്ങൾ അടിയന്തരമായി ഇവിടെ നിന്ന് നീക്കം ചെയ്ത് ഈ മാലിന്യങ്ങൾ പൂർണ്ണമായും ഇവിടെ നിന്ന് മാറ്റം ചെയ്തുകൊണ്ട് ഇവിടെ ഈ 20 പേർക്കും വീട്ടിൽ പുതിയ ആളുകൾക്ക് ഈ ഭവനം ഫ്ലാറ്റ് കൊടുക്കുന്നത് വരെ കോൺഗ്രസിന്റെ നേതൃത്വമുള്ള സമരം ഉണ്ടായിരിക്കും. സ്ഥാപിച്ച ഈ ഫ്ലാറ്റ് സമുച്ചയം ഈ ചിതറ പഞ്ചായത്തിൽ തന്നെ ഏതാണ്ട് 100 കണക്കിന് ആളുകൾക്ക് വീടുകളില്ലാതെ അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ അവരെ എല്ലാം അവഗണിച്ച് കോൺഗ്രസിന്റെ ഭരണകാലഘട്ടത്തിൽ ഉണ്ടായ ഒരു വികസന പ്രവർത്തനം ആയതുകൊണ്ട് മാത്രം ഇതിനെ ഈ തരത്തിൽ മാലിന്യങ്ങൾ കൊണ്ട് നിക്ഷേപിക്കാൻ ഉള്ള ഒരു സ്ഥലമാക്കി മാറ്റിയ ഇവിടുത്തെ ഇടതുപക്ഷ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയുള്ള സമരം കോൺഗ്രസ് ആരംഭിച്ചിരിക്കുകയാണ്. ഇത് ഈ പറയുന്ന മാലിന്യങ്ങൾ ഇവിടുന്ന് മാറ്റുകയും അതോടൊപ്പം ഈ വരുന്ന ദിവസങ്ങളിൽ ഈ ബാക്കി ഫ്ലാറ്റിൽ സാധാരണക്കാരായ പാവങ്ങൾക്ക് താമസിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ ഈ സമരം വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു. വലിയ പ്രശ്നമാണ്. ഈ 20 കുടുംബങ്ങളെ ഇവിടെ 10 SC വിഭാഗവും 10 ജനറൽ വിഭാഗവുമാണ്
താമസിക്കാനായിട്ട് അന്ന് തീരുമാനമെടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം ഒരു 7 കുടുംബങ്ങൾ ഇവിടെ വന്നതാണ്. വന്നപ്പോഴാണ് ഈ UDF-ന്റെ ഭരണകാലാവധി അവസാനിച്ചത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് വന്ന ഇടതുപക്ഷക്കാർ പിന്നെ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പം പിന്നെ വെറും മാലിന്യ കൂമ്പാരമാക്കി ഇതിനെ മാറ്റിയിരിക്കുകയാണ്. അതിനെതിരെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സമര പരിപാടികൾ ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് ഈ സമരം ഇവിടെ സൂചന മാത്രമാണ്. ഇത് ഇവിടുന്ന് വാരി മാറ്റിയില്ലെങ്കിൽ നാളെ പഞ്ചായത്ത് പഠിക്കൽ വളരെ ഭയങ്കരമായ ഗംഭീരമായ സമരപരിപാടികളുമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോകും. ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട് സമീപ പ്രദേശങ്ങളിൽ താമസിച്ചിരുന്ന നിരവധി കുടുംബങ്ങളെ അവിടെ നിന്നും ഒഴിപ്പിച്ചിരുന്നു. അവരെ ഇവിടെ പാർപ്പിക്കാം എന്നുള്ള വലിയൊരു മോഹന വാഗ്ദാനവും അന്ന് സർക്കാർ നൽകിയിരുന്നുവെങ്കിലും അതൊന്നും നടപ്പായിട്ടില്ല എന്നുള്ള വലിയൊരു ആക്ഷേപമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് തന്നെ നമുക്ക് പോകാം. ഈ ഫ്ളാറ്റ് ഇവിടെ വന്നപ്പോൾ നാട്ടുകാർക്ക് വലിയ പ്രതീക്ഷയായിരുന്നു അല്ലേ? ശരിയല്ലേ? ഈ ഭൂമിയില്ലാത്ത വികസനം ഉണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷെ അതൊന്നും എല്ലാം തകിടം മറിച്ചത്. ആർക്കും താമസിക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ അവരായിട്ട് കൊണ്ടുവന്ന ഒരു ഉമ്മയും ബാപ്പയും ഇവിടെ ഉണ്ട്. അവർക്ക് ഇപ്പൊ ഭീഷണിയാണ്. അവരിതിനെതിരെ എതിർത്ത്. അപ്പൊ അവർക്ക് ഇപ്പൊ ഭീഷണിയായിട്ട് ഇരിക്കുകയാണ്. ഇപ്പോഴത്തെ പ്രസിഡന്റ് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇവിടെ ആൾവാസം ഇല്ല, അതുകൊണ്ടാണ് അവരിവിടെ കൊണ്ടുവന്ന് തള്ളി എന്ന് പറയുന്നത്. നമ്മൾ തൊട്ടപ്പുറത്ത് അവിടെ നിന്ന് അങ്ങോട്ട് ഇഷ്ടംപോലെ ഉണ്ട്. പള്ളിയുണ്ട്, അവിടെ സ്കൂള്, ഇതെല്ലാം ഉണ്ട്. കോവിഡ് കാലത്ത് കോവിഡ് രോഗികളെ പാർപ്പിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഫ്ളാറ്റുകളാണ് ഇത്. പക്ഷേ ഇപ്പോൾ ഇത് വാസയോഗ്യമല്ലാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. 20-ൽ പരം കുടുംബങ്ങൾക്ക് താമസിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇവർ ഈ ഫ്ളാറ്റ് നിർമ്മിച്ചത്. ഇപ്പോൾ പ്രദേശത്ത് തന്നെ നിരവധി ആൾക്കാർ വീടില്ലാതെയും ഭൂമിയില്ലാതെയും കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അവർക്കും കൂടെ വേണ്ടി ഉപയോഗപ്രദമായ രീതിയിലേക്ക് ഇത് എത്തണം എന്നുള്ള വലിയൊരു ആവശ്യമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് തന്നെ നമുക്ക് പോകാം. 2013-14 കാലഘട്ടത്തിൽ ഏതാണ്ട് 2.5 കോടി രൂപയോളം ചെലവഴിച്ചാണ് ഈ സമുച്ചയം ഉണ്ടാക്കിയത്. ആ സമയത്ത് ആ ഭരണസമിതി ഇറങ്ങുന്ന സമയത്ത് വെള്ളവും വെളിച്ചവും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. പിന്നീട് വന്ന ഭരണസമിതിയിൽ ഒരു അംഗമാണ് ഞാൻ. അന്ന് UDF കൊണ്ടുവന്ന സമുച്ചയമായതുകൊണ്ട് തന്നെ പിന്നീട് ഞങ്ങളൊക്കെ UDF-ന്റെ ഭരണസമിതിയിലെ അംഗങ്ങൾ എല്ലാവരും തന്നെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇവിടെ വെള്ളവും വെളിച്ചവും കൊണ്ടുവരണമെന്നും 20 കുടുംബങ്ങൾക്ക് താമസയോഗ്യമാക്കണമെന്നും അന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ നിരന്തരമായി അവരതിന് കൈക്കൊണ്ടില്ല. നിരന്തരമായ ഞങ്ങളുടെ UDF-ന്റെ മെമ്പർമാരുടെ ഒരു പ്രസ് കൊണ്ടിട്ട് അവർ വെള്ളവും വെളിച്ചവും കൊണ്ടുവന്നു. പക്ഷെ അത് തന്നെ കോവിഡ് സമയമായപ്പോൾ അത് ഭയങ്കരമായ ഉപകാരമായി. കാരണം കോവിഡ് കാലഘട്ടത്ത് മൈനർ കേസുകളെല്ലാം നമ്മുടെ വാർഡിലെയോ നമ്മുടെ പഞ്ചായത്തിലോ മാത്രമല്ല, നമ്മുടെ ഏതാണ്ട് ഭാഗങ്ങളിലുള്ള താലൂക്ക് ഭാഗങ്ങളിലുള്ളവർ തന്നെ മൈനർ കേസുകളെ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ പറ്റും. സിവിയറായ കേസുകൾ മാത്രമാണ് നമുക്ക് അങ്ങോട്ട് മാറ്റാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ കോവിഡ് സെന്ററുകൾ പഞ്ചായത്തിൽ പല സ്ഥലത്തും ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് അങ്ങനെ വരെ താമസിക്കാൻ പറ്റിയ സ്ഥലത്ത് ഇന്ന് ഇങ്ങനെ ഒരു കാര്യം, ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ടുവന്ന് ഡബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് പ്രതിഷേധാർഹമാണ്. മാത്രമല്ല ഇനി ഈ രീതിയിലല്ലായിരുന്നു. കുറച്ച് മുമ്പൊക്കെ തന്നെ ഇന്നലെ വരെയും ഈ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും മൊത്തവും പ്ലാസ്റ്റിക് മാലിന്യങ്ങളായിരുന്നു. ഈ സൈഡുകളും മൊത്തവുമാണ്. ഇപ്പൊ അത് ഇന്നലെയൊക്കെ ഈ പ്രതിഷേധവും ചാനലുകാരും ഒക്കെ വന്നത് പ്രമാണിച്ച് അവര് കുറെയൊക്കെ മാറ്റിയെന്ന് പറയും. പക്ഷെ ആ താമസ സൗകര്യം ഇല്ല, താമസിക്കാൻ ആളില്ല, ചുറ്റുവട്ടത്ത് ആളില്ല എന്ന് പറയും. ഇതൊരു ആരാധനാലയമാണ്. തൊട്ട് 50 മീറ്റർ അപ്പുറം ഒരു LP സ്കൂളുണ്ട്. അതിനപ്പുറത്തോട്ട് ജനങ്ങൾ വസിക്കുന്നുണ്ട്. അപ്പൊ സിഗരറ്റ് ലൈറ്ററിന്റെ നമുക്കറിയാം നല്ല ചൂടുള്ള സമയമാണ്, അത് പൊട്ടിത്തെറിക്കാൻ സാഹചര്യമുള്ള ഒരു ഇതാണ്. അപ്പൊ അത് ഒരു പക്ഷേ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, അതൊരു സംഭവിച്ചിരുന്നു എങ്കിൽ തന്നെ നമുക്ക് എങ്ങുന്നു കടക്കലാണ് ഫയർഫോഴ്സ്, അവിടെ നിന്ന് എത്തുന്നതിന് മുമ്പേ ഈ നാട് തീരും. ആ അവസ്ഥയിലാണ് ഇത്രയും ഇവിടെ നിന്ന് മുതലേ ഡബ് ചെയ്തിരുന്നത്. പിന്നല്ലേ അത് നമുക്കൊന്നും ചെയ്യാനും പറ്റാത്ത ഒരു കണ്ടീഷനിലോട്ട് മാറും. അത് മാത്രമല്ല ഇവിടെ ഒരു കുടുംബം താമസിക്കും, അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചിന്തിക്കാത്തത്. ഇവിടെ ഇത്രയും ആൾ കുറവാണെന്ന് വെച്ചോട്ടെ, ഇത് സൗകര്യമായിട്ട് ഒരു കൊണ്ടുവരും. പക്ഷെ ഒരു കുടുംബം, 2 വയോധികരായ ഒരു കുടുംബം താമസിക്കുന്നു. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ഇവിടെ എത്തുന്നതിന് മുമ്പ്, അതിന്റെ സൗകര്യങ്ങൾ എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത വിധം അത് പ്രശ്നത്തിലേക്ക് കടക്കും. അതുകൊണ്ട് തീർച്ചയായും അത് പ്രതിഷേധാർഹമാണ്. ഇത് മാറ്റുന്നത് വരെ ആ സമരത്തിന് പിന്തുണയായി ഞങ്ങൾ ഉണ്ടാകും. ഈ 20 കുടുംബങ്ങളെ കുടുംബങ്ങളില്ല എന്നാണ് പറയുന്നത്. ഈ വാർഡിലുള്ള കുടുംബങ്ങൾ തന്നെ എത്രയോ പേര് വീടില്ലാതെ സ്ഥലമില്ലാതെ താമസിക്കുന്നു. അവർക്കെങ്കിലും ഒരു താമസ സൗകര്യം ഒരുക്കി കൊടുത്തൂടെ? അപ്പൊ അങ്ങനെ ചെയ്യുന്നത് വരെ ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇവിടെ കുറെ മദ്യപാനികളും ഇവിടെ ശല്യം ചെയ്യുന്നുണ്ട്. അതേപോലെ ഞങ്ങൾ ഇതെല്ലാം മാറ്റി, മാലിന്യങ്ങൾ മാറ്റി കുറച്ച് കുടുംബക്കാർ താമസം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വണ്ടി സർവീസും ഉണ്ട്. ഞങ്ങളെപ്പോലെ ഒരുപാട് പാവങ്ങളുണ്ട്, വീടുകളും കൂടിയൊന്നും ഇല്ലാത്ത. ഇവിടെ താമസമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതാവും. ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു ആശുപത്രി കേസ് വന്നാൽ തന്നെ ഇവിടെ നിന്ന് വണ്ടി വിളിച്ച് വേണം പോവാൻ.
വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോഴത്തേക്ക് 1 കിലോമീറ്റർ നടന്നു വേണം ഞങ്ങൾ ഇവിടെ നിന്ന് കൊല്ലായിക്കറി വേണം ബസ്സിൽ പോകാൻ. അത് വയ്യാത്തവരെയൊക്കെ കൊണ്ട് നടന്നു പോകാൻ പറ്റത്തില്ല. പിന്നെ വണ്ടി വിളിച്ചാണ് പോകുന്നത്. ഞങ്ങൾ പാവപ്പെട്ടവര് ഒരു ദിവസം അരി വാങ്ങിക്കുന്ന പൈസയാണ് ഞങ്ങൾ ആശുപത്രി ചെന്ന് ചെലവാക്കുന്നത്. അപ്പൊ ഇവിടെ ഇവിടെ ഉള്ളവര് തന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ മാലിന്യങ്ങളെല്ലാം നീക്കം ചെയ്തിട്ട് ഇവിടെ ആൾ താമസം ഉണ്ടാവണം. അത് തന്നെ പറയാനുള്ളത്. നമ്മളെ കണ്ട തൊട്ടടുത്തൊക്കെയാണ് താമസം. ഇതുകൊണ്ട് ബുദ്ധിമുട്ടുകളുണ്ട്. അതൊക്കെ തന്നെ നീക്കം ചെയ്യണം. നീക്കം ചെയ്ത് ആൾ താമസാക്കണം ഫ്ലാറ്റിൽ. അപ്പൊ ഞങ്ങൾ ഉദ്ഘാടന സമയത്ത് 20 വരെ ഞങ്ങൾ കണ്ടെത്തിയായിരുന്നു. അതിനുശേഷം നമ്മൾ ഭരണസമിതി നിന്ന് പഞ്ചായത്ത് ഇലക്ഷൻ വന്നു. ഇപ്പൊ വെള്ളത്തിനും കറണ്ടിനും ഒക്കെ പൈസ അടച്ചിട്ടാണ് നമ്മൾ ആ ഭരണസമിതിയിൽ നിന്ന് മാറുന്നത്, പിരിയുന്നത്. പൈസ സർക്കാരിന് അടച്ചു കഴിഞ്ഞു. അപ്പൊ ഇതൊരു സർക്കാർ ഏജൻസിയാണ് ഇത് ചെയ്തത്. അതിനുശേഷം പിന്നെ അവർ അഴിമതി ആരോപണമൊക്കെ ഉന്നയിച്ചു. അന്വേഷണമൊക്കെ നടന്നു. യാതൊരു വിഷയമില്ലാന്ന് പറഞ്ഞു 7-8ഓളം പേര് ഇവിടെ താമസത്തിനുണ്ടായിരുന്നു. അപ്പൊ ഇവരെല്ലാം ഭീഷണിപ്പെടുത്തുകയും ഈ രാത്രിയാകുമ്പോഴത്തേക്കും മദ്യപാന സംഘങ്ങൾ ഇവിടെ വരും. ഇവിടെ എല്ലാം ഒഴിഞ്ഞൊരു ഏരിയയാണ്. ആയതുകൊണ്ട് അവർ താഴെ പോയിരുന്നു. പോലീസൊക്കെ വന്നെത്താൻ വലിയ പാടാണ്. അതുകൊണ്ട് തന്നെ ഈ പാവങ്ങളെ ഭീഷണിപ്പെടുത്തുക, അവരെ ഉപദ്രവിക്കുക, ഇതൊക്കെയായിരുന്നു കാരണമായിട്ട് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ ഞങ്ങൾക്കുള്ള ആവശ്യം എന്ന് പറയുന്നത് ഇവിടെ ആള് താമസം ഉണ്ടെങ്കിൽ ആ ഒരു വിഷയങ്ങളൊക്കെ മാറി കിട്ടും. അപ്പൊ അതനുസരിച്ചുള്ള ഒരു നിലപാട് പഞ്ചായത്ത് സ്വീകരിക്കണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ പാർട്ടി നിലപാടിൽ സമരം ചെയ്യുന്നത്. ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് ഈ സമരപരിപാടി ഇന്ന് ഇവിടെ തുടക്കമിട്ടിരിക്കുന്നത്. ഞാൻ ഈ പ്രദേശത്ത് ഒരു പൊതുപ്രവർത്തന എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളതെന്ന് പറയുന്നത്, ചല്ലിമുക്ക് മുതൽ മടത്തറ വരെയുള്ള പുറമ്പോക്ക് നിവാസികൾക്ക് താമസിക്കാൻ വേണ്ടിയാണ് 20 കുടുംബങ്ങളെ താമസിക്കാൻ വേണ്ടിയാണ് ഈ ഫ്ലാറ്റ് ഇവിടെ നിർമ്മിച്ചത്. ഈ ഫ്ലാറ്റ് തികച്ചും താമസ സൗകര്യത്തോടു കൂടിയുള്ള ഒരു സാഹചര്യത്തിലാണ് അന്നത്തെ ഭരണസമിതി ഇറങ്ങുന്നത്. പക്ഷേ അന്ന് പ്രതിപക്ഷം ഇവിടെ പറഞ്ഞുണ്ടാക്കിയത് എനിക്കും കൂടെ ബോധ്യമുള്ള, നമ്മളെ കൂടെ സെലക്ട് ചെയ്ത അംഗങ്ങളെ ഇവിടെ പോയി അവർ പറഞ്ഞിരിക്കുന്നെന്ന് പറയുന്നത്, ചക്കമല എന്ന് പറയുന്ന ഈ പ്രദേശത്ത് ആൾ താമസം ഇല്ല, കുരങ്ങനും പന്നിയും മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഈ പുറമ്പോക്കിൽ നിന്ന് വന്ന് ഈ ആളില്ലാത്ത സ്ഥലത്ത് താമസിച്ചാൽ നിങ്ങൾക്ക് മറ്റ് സൗകര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഈ പുറമ്പോക്കിൽ നിന്ന് മാറരുത്, നിങ്ങൾ ഈ ഫ്ലാറ്റിലോട്ട് പോകരുത് എന്ന് പറഞ്ഞാണ് ഈ 20 കുടുംബങ്ങളെയും നിരുത്സാഹപ്പെടുത്തി ഈ ഫ്ലാറ്റിലേക്ക് ആള് വരാത്ത ഒരു സാഹചര്യം ഉണ്ടായത്. എന്നാൽ ഇന്റർനാഷണൽ കോൺഗ്രസ് ശക്തമായി ഈ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് തന്നെ നമ്മൾ സൂചിപ്പിക്കുന്നു, ഈ 20 കുടുംബങ്ങളെയും ഇന്റർനാഷണൽ കോൺഗ്രസ് ഈ വാർഡിൽ നിന്ന് തന്നെ കണ്ടെത്തി കൊടുക്കാം. വീടുകളില്ലാത്ത, നിർധനരായ, ഇപ്പോഴും ലൈഫ് പദ്ധതിയിൽ പോലും പേരില്ലാതെ കിടക്കുന്ന നിരവധി കുടുംബങ്ങൾ ഈ വാർഡിനകത്തുണ്ട്. അവർക്കെങ്കിലും ഈ 20 കുടുംബങ്ങളെ താമസിപ്പിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കുക, അവരെ സെലക്ട് ചെയ്യുന്ന അർഹതപ്പെട്ടവരെ ഇന്റർനാഷണൽ കോൺഗ്രസ് കണ്ടെത്തി കൊടുക്കാമെന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിക്കാം. ചിതറ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ കളക്ട് ചെയ്ത ജൈവ മാലിന്യങ്ങൾ അടക്കം ഇവിടെ കൊണ്ട് നിക്ഷേപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 2.5 കോടി മുതൽ മുടക്കി നിർമ്മിച്ച ഒരു ഫ്ളാറ്റിന് മുന്നിലാണ് ഇതെല്ലാം ഡംപ് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ പരിസരത്തുള്ളവർക്ക് പോലും ഇവിടെ കഴിയാൻ, അതായത് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ഇവിടെ നിന്ന് ദുർഗന്ധം വമിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ ഫ്ളാറ്റിൽ ഒരു കുടുംബം മാത്രമാണ് താമസമുള്ളത്. പ്രായമുള്ള ഒരു അച്ഛനും അമ്മയും മാത്രമാണ്. അവർ രോഗികളാണ്. അവർ ഈ സമീപത്ത് ഒരു കിണറുണ്ട്. ആ കിണറിന്റെ നമുക്ക് കാണാൻ കഴിയും, കിണറിന്റെ മുകളിൽ തന്നെ ഈ ഒരു പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം തന്നെ നിക്ഷേപിച്ചിരിക്കുകയാണ്. ഇതിൽ നിന്നുണ്ടാകുന്ന ഈ വെള്ളമാണ് അവർ കുടിക്കുന്നത്. ശരിക്കും അവർ രോഗബാധിതരാണ്. അടിയന്തരമായി ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമാണ് ഈ നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. അധികൃതർ ഇനിയെങ്കിലും കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കരുത്, കൃത്യമായ ഒരു ഇടപെടൽ വേണം എന്നുള്ള വലിയൊരു ആവശ്യം ഉയർന്നു വന്നിരിക്കുന്നു. പ്രായമായ ഒരു അച്ഛനും അമ്മയുമാണ് ഇവിടെ താമസം. ശരിക്കും അവർ താമസിക്കുന്ന ഭാഗത്ത് തന്നെ കിണറുണ്ട്. കിണറിന്റെ മുകളിൽ വരെ ഈ പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ട് ഡംപ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇല്ലേ അച്ഛാ? ശരിക്കും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നെയല്ലേ? ബുദ്ധിമുട്ടെന്ന് പറയാൻ ഭയങ്കരമായ ബുദ്ധിമുട്ട്. നാറ്റം, പന്നി ശല്യമുണ്ട്, പട്ടി ശല്യമുണ്ട്, കൊതുക് ശല്യമുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ ഇരുന്ന് ആഹാരം കഴിക്കാനൊക്കത്തില്ല, അത്രയ്ക്ക് നാറ്റമാണ് വരുന്നത്. ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ ഇരുന്നാണ് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നത് വല്ലപ്പോഴും. ഇപ്പോഴും ഇന്ന് 2 ദിവസം കൊണ്ട് അതിനകത്ത് കയറി ഇരുന്നാണ് എന്നാലും നാറ്റം അടിക്കുന്നുണ്ട്. നിവൃത്തിയില്ല. ഞാനിപ്പോ ഇത് ഒരു കൊല്ലാകുമ്പോൾ ഇവിടെ താമസമായിട്ട് ഞങ്ങൾ രണ്ടുപേരും. ഫ്ളാറ്റിൽ മാലിന്യങ്ങൾ ഡംപ് ചെയ്ത് ഉപയോഗശൂന്യമായി കിടക്കുന്നത് വലിയ പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നത്. കോൺഗ്രസ് പ്രവർത്തകർ നമ്മളോടൊപ്പം ചേരുകയാണ് അല്ലേ? വലിയ രീതിയിലുള്ള പ്രതിഷേധമാണല്ലോ അല്ലേ ഇത്? ഒരുപാട് നാളുകളുണ്ട്. കാരണം എന്ന് വെച്ചാൽ ചിതറ പഞ്ചായത്തിന്റെ കീഴിൽ, കാരണം എന്ന് വെച്ചാൽ ഹരിതകർമ്മ സേന ഇവിടെ വീടുകളിൽ കയറി അവരിൽ നിന്ന് പൈസ ഈടാക്കിക്കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യാണ്. അപ്പൊ ഇതിനെതിരായിട്ട് ഇവിടുത്തെ ജനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ട്. ഇതിനെതിരെ നമ്മളൊരു പ്രതിഷേധമാണ് ഇപ്പം നമ്മളിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇനിയും ഇത് തുടരുകയാണെങ്കിൽ ഒരു വൻ പ്രതിഷേധമായിട്ട് നമ്മൾ പഞ്ചായത്ത് ഓഫീസിന്റെ പടിക്കൽ നമ്മൾ പോകാനുള്ളൊരു പരിപാടിയാണ് നമ്മളിവിടെ സംഘടിപ്പിക്കുന്നത്. കാരണം ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി 20ഓളം ഫ്ലാറ്റുകളാണ് നമ്മളിവിടെ സർക്കാർ
നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. കാരണം അത് അതായത് പഞ്ചായത്തിന്റെ ഇതിൽ ചെയ്തിരിക്കുന്നത്. അപ്പം അത് കോൺഗ്രസിന്റെ ഭരണ സമയത്താണ് നിർമ്മിച്ചത്. അപ്പൊ ഇതുവരെയും ഇപ്പൊ ഒരു കുടുംബം മാത്രമേ ഇവിടെ ഉള്ളൂ. ബാക്കി 19 കുടുംബങ്ങളും ഇവിടെ ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പൊ അവർക്ക് വേറൊരു കുടുംബം ഇവിടെ നിന്ന് കൊണ്ടുവന്ന കണ്ടുപിടിച്ച് ഇവിടെ ആകാനോ ഒന്നും ഇവിടെ ആരുമില്ല. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സംവിധാനം ഇവിടെ പഞ്ചായത്തോ മറ്റുള്ള ആരും ചെയ്യുന്നില്ല. അപ്പം ഇനി അങ്ങനെ ഒരു ഇതിന് ഇവിടെ കൊണ്ടുവന്ന് ഈ വേസ്റ്റുകൾ കൊണ്ടുവന്ന് ഡംപ് ചെയ്യുമ്പോൾ ഇവിടെ വേറൊരു കുടുംബം വന്ന് പാർക്കാൻ തന്നെ വരത്തില്ല. കാരണം അത്രയ്ക്ക് മോശമായ രീതിയിലാണ്, നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ അത്രയും രീതിയിലാണ് ഇവിടെ കിടക്കുന്നത്. കാരണം ഒരു കുടുംബത്തിന് പോലും, ഇവിടെ താമസിക്കുന്ന കുടുംബത്തിന് പോലും ഇവിടെ താമസിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി വളരെ വൻ പ്രതിഷേധമാണ് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇതിൽ നമ്മൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിഷേധമാണ്. ഇനി അത് നടക്കുകയാണെങ്കിൽ നമ്മൾ പഞ്ചായത്തിന്റെ പടിക്കലേക്ക് ഒരു വൻ പ്രതിഷേധവുമായിട്ടാണ് നമ്മൾ നീങ്ങാൻ പോകുന്നത്. നാട്ടുകാർ ഒരുപാട് പേർക്ക് ഭൂമിയില്ലാതെ വീടില്ലാതൊക്കെ കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഫ്ലാറ്റ് കെട്ടിയിട്ട് ഒരു പ്രയോജനം ഇല്ലാതെ കിടക്കുമെന്ന് പറയുന്നത് അല്ലേ? ഇത് ചിത്ര ഗ്രാമപഞ്ചായത്തിന്റെ 2012-14 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അന്ന് നിലവിൽ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന ചിത്ര എസ് മുരളീധരൻ നായരുടെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതി, കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി കൊണ്ടുവന്ന ഒരിതാണ്. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഉദ്ഘാടനം നമ്മുടെ ബഹുമാന്യനായ അന്നുണ്ടായിരുന്ന റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ അടൂർ പ്രകാശ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. താക്കോൽദാനത്തിന്റെ വക്കിൽ നിൽക്കുമ്പോഴത്തേക്കാണ് ഇവിടെ ഇലക്ഷന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. അങ്ങനെ അതോടുകൂടി പിന്നെ വരുന്നത് ഇടതുപക്ഷത്തിന്റെ ഒരു പഞ്ചായത്ത് ഭരണസമിതി. അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതിയിൽ അംഗമായിരുന്നു ഞാനും. എല്ലാ പഞ്ചായത്ത് കമ്മിറ്റികളിലും ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഇതേപോലെ ഈ തെരുവിൽ അന്ന് നമ്മളെ ഈ റോഡിന്റെ 4 സൈഡിലും എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ടാർപ്പയും കെട്ടിയിട്ട് പാവപ്പെട്ട ആൾക്കാർ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വീടില്ലാതെ കിടന്നു. അവർക്ക് പുനരധിവാസത്തിന് വേണ്ടിയാണ് ഈ സംഭവം തുടങ്ങുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവർക്ക് ഇത്രയും കാലമായിട്ടും അവരിത് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കി അന്ന് എല്ലാ പണികളും പൂർത്തിയായ ഒരു സ്ഥാപനമായിരുന്നു. 20ഓളം കുടുംബങ്ങൾക്ക് സുഖമായി കഴിയാമായിരുന്നു. പക്ഷെ അത് നൽകാതെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇപ്പോഴിത് ഒരു സമയത്ത് കോവിഡ് ഇതിന്റെ ആൾക്കാരെ പാർപ്പിച്ച സ്ഥലമാക്കി മാറ്റി. ഇപ്പൊ ഇത്രയും വലിയ മാലിന്യ കൂമ്പാരം. ഇന്നലെ നമ്മുടെ പ്രതിഷേധം ആരംഭിച്ചതിന് ശേഷം കുറച്ചെങ്കിലും വാരി മാറ്റിയത്. ഇത്രയും വലിയൊരു പ്രതിഷേധം ഇവിടെ ഉണ്ടാവാനുള്ള കാരണം ഇതാണ്. ലൈഫ് ഭവന പദ്ധതിയിൽ പോലും അംഗത്വമില്ലാതെ വീടില്ലാതെ ഒരുപാട് ദുരിതം അനുഭവിക്കുന്ന നിരവധി ആൾക്കാരാണ് ഈ വാർഡിൽ, ഈ ഒരു പഞ്ചായത്ത് പരിധിയിൽ തന്നെ ഉള്ളത്. അങ്ങനെയുള്ളവരെങ്കിലും കണ്ടെത്തി ഈ ഫ്ളാറ്റിൽ വാസയോഗ്യമാക്കണം എന്നുള്ള വലിയൊരു ആവശ്യമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. ഞാൻ ഇവിടെ ചോദിക്കാൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.